ഖുത്ബ അറബി ഭാഷയിൽ തന്നെയാണെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രഭാഷണമാണ്. പ്രഭാഷണം ആൾക്കാർക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ ഒരു നാട്ടിൽ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഖുത്ബ നടത്തേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ ശരിയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇതുവരെ പറഞ്ഞത് യാഥാർത്ഥ്യം പറഞ്ഞു തരികയാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. ഇത് അഖിൽ അബ്ദുള്ള മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നുകൊണ്ട് ബുദ്ധിപരമായി സംസാരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പിന്നീട് പുത്തനാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഖുറാഫി സൈദ്ധാന്തികനാണ് ഇദ്ദേഹം എന്ന് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേട്ടുനോക്കാം. ശരിയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷെ ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് തൊട്ടുടനെ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഇസ്ലാം ഒരു ഇന്റർനാഷണൽ റിലീജിയനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് തൊട്ടുടനെ തന്നെ ഇസ്ലാം ഒരു ഗ്ലോബൽ റിലീജിയനാണ്. അതായത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു പോയിട്ട് പേർഷ്യൻ എംപയർ മൊത്തം കീഴടക്കുന്നു. അവിടുത്തെ ഭാഷ ഏതായിരുന്നു? ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു പോയിട്ട് നോർത്ത് ആഫ്രിക്ക മൊത്തം കീഴടക്കുന്നു. അവിടുത്തെ ഭാഷ ഏതായിരുന്നു? അമാസിഖ്. അതുപോലെ തന്നെ സഹാബത്തും താബിയങ്ങളും, അതായത് സലഫ് സ്വാലിഹ് ആണ് ട്രാൻസോക്സിയാനും സെൻട്രൽ ഏഷ്യൻ മേഖലയൊക്കെ കീഴടക്കുന്നത്. അവിടെ ഓൾഡ് ടർക്കിക്കും സൗണ്ടിയൻ ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. പോട്ടെ, സദേൺ ഫ്രഞ്ച് സിറ്റീസ്, സിസിലി അടുക്കുള്ള സദേൺ ഇറ്റാലിയൻ സിറ്റീസ്, ഇതൊക്കെ മുസ്ലിങ്ങൾ കീഴടക്കി. അവിടെ ഏത് ഭാഷയിലായിരുന്നു ഖുത്ബ നടത്തിയിരുന്നത്? നമ്മുടെ ഹിസ്പാനിക് സിറ്റീസ് ആയിട്ടുള്ള ബാർസലോണ, മാഡ്രിഡ്, വലൻസിയ, സെവിയ, ഗ്രനാഡ. ഞാൻ പറഞ്ഞല്ലേ, കുറച്ചൊക്കെ മോഡേൺ ആയിട്ട് സംസാരിക്കും, എന്നിട്ട് പുത്തനാചാരം വിധേയത്ത് പറയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ വന്ന അപകടം എന്താണെന്നറിയോ? 16-ാം നൂറ്റാണ്ടിലെ കുരിശുയുദ്ധ കാലഘട്ടത്തിൽ തുടങ്ങിയ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ആ വാക്കുകൾക്ക് ശക്തി പകരുകയല്ലേ. മൂപ്പര് ഓരോ ഏരിയകളുണ്ട് പറഞ്ഞു, അവിടെ പോയി അവിടെ കീഴടക്കി, ഇവിടെ പോയി ഇവിടെ കീഴടക്കി, മറ്റോടത്ത് പോയി മറ്റോടത്തും കീഴടക്കി. എവിടേക്കാണ് വരുന്നത്? ഇസ്ലാമിനെ ആക്രമിക്കുവാൻ വേണ്ടി ഇസ്ലാമിക ബദ്ധവൈരികളായ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ആ ജൽപ്പനം തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞത്. എന്തിനു വേണ്ടി? ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു പൊട്ടപ്പോയത്തത്തിന് വേണ്ടി. കേട്ടോ നിങ്ങള്? ഇവിടൊക്കെ ഏത് ഭാഷയിലായിരുന്നു ഖുത്ബ നടത്തിയിരുന്നത്? ഓക്കെ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ നാടായിട്ടുള്ള ലിസ്ബൺ 400 വർഷം മുസ്ലിങ്ങൾ നടത്തിയത്. അവിടെ ഏതായാലും അറബി നാടല്ലല്ലോ. പക്ഷെ അവിടുത്തെ ഖുത്ബ ഏത് ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെ നോളജ് സിറ്റിയിലോ മർക്കസിലൊക്കെ അമേരിക്കയിൽ നിന്ന് ഒരു സ്കോളർ വന്നിട്ട് ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നല്ലോ. മൂപ്പർ അമേരിക്കയിൽ ഇപ്പൊ ഏത് ഭാഷയിലാണ് ഖുത്ബ നടത്തുന്നത് ചോദിച്ചോ? അഖിലേജ് ചോദിച്ചോ? ഇല്ല. ഇനി അള്ളാന്റെ റസൂലിന്റെ കാലശേഷം സ്വഹാബത്ത് പല ഭാഗത്തേക്ക് ഇസ്ലാമിക ദഅവത്തിന്റെ ഭാഗമായിട്ട് പോകുകയും അവിടെ അവരെത്തുമ്പോൾ അവിടുത്തെ ഭാഷ പഠിച്ചിട്ട് അവിടുത്തെ ഖുത്ബ നടത്താൻ പറ്റുമല്ലോ. അപ്പോൾ അവർക്ക് അറിയുന്ന ഭാഷയിൽ ഖുത്ബ നടത്തിയിരുന്നു. പിന്നെ സ്വഹാബത്ത് ഏത് ഭാഷയിലാണ് ഖുത്ബ നടത്തിയിരുന്നത് എന്നുള്ളത്. ഇന്നത്തെ സൗദി അറേബ്യ പല നാട്ടുരാജ്യങ്ങളായിരുന്ന ആ സൗദി അറേബ്യ ആയിരുന്നു പ്രവാചകൻ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഈ മേഖലയിലേക്ക്, ഏരിയയിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. അവിടെ അറബി ഭാഷ മാത്രമേ എല്ലാവരും, ഇനിയിപ്പോൾ ഏത് നാട്ടുരാജ്യത്തെ ആളുകളാണെങ്കിലും അറബി ആയിരുന്നു അവരുടെ ഭാഷ. അറബിയിൽ ഖുത്ബ പറഞ്ഞാലേ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. മാത്രമല്ല പ്രവാചകൻ അറബ് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പിന്നെ മറ്റു ദേശങ്ങളിലേക്ക് പോകുമ്പോൾ സ്വഹാബാക്കള് അവിടുത്തെ ഭാഷ പഠിച്ചിട്ടൊന്നല്ല അവിടെ പോണത്. സ്വഹാബാക്കള് ആ ദേശത്തെത്തിയാൽ അവർക്കറിയുന്ന ഭാഷ, സ്വഹാബാക്കൾക്ക് അറിയുന്ന അറബിയാണ്, അതിൽ സംസാരിച്ചിരുന്നു. അതിനെന്തിനാ അങ്ങനെ ഇടങ്ങേറായിട്ട് അല്ലേ? കുറച്ചും കൂടി പറയട്ടെ. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലോജിക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വഹാബത്തിനും താബിയങ്ങൾക്കൊന്നും ഇപ്പോൾ ഇത് മനസ്സിലായില്ല. അതായത് ഖുത്ബ എങ്ങനെ നടത്തേണ്ടത് ഓൽക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ നമുക്കത് മനസ്സിലായി. നമ്മൾ 950 മലയാളത്തിൽ പ്രസംഗം തുടങ്ങി, നമുക്കത് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കണ്ടില്ലേ? ഇപ്പൊ എവിടേക്ക് എത്തിയത്? മലയാളത്തിലേക്ക് ഉള്ളതെത്തി. മലയാളം അല്ല ഇവിടുത്തെ പ്രശ്നമാക്കില്ലേ. അഖിൽ അബ്ദുള്ള, താങ്കൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് മനസ്സിലാകുന്ന ആ ഒരു കാര്യം അതെങ്ങനെയാണ്? നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഇഖ്റാഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. ഖുർആൻ ഓതിയിട്ട് ആളുകൾക്ക് ഉത്ബോധനം നൽകുക. നിസ്കരിക്കുമ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കണ ഖത്തീബ് എന്തിനാണ് നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ഖുത്ബക്ക് ഇങ്ങോട്ട് മനുഷ്യരിലേക്ക് തിരിഞ്ഞത്? ആ മനുഷ്യരോട് പറയുന്ന കാര്യങ്ങളാണ്. അയ്യുഹന്നാസ് ഔസീകും ഇബാദല്ലാഹ്, ഇങ്ങനെയൊക്കെ പറയലുണ്ടല്ലോ ഒരു മരവടിയും പിടിച്ചിട്ട് അല്ലേ? ഈ അയ്യുഹന്നാസ് അല്ല പരിശുദ്ധ ഖുർആനിലൂടെ അറബിയിൽ തന്നെ പറഞ്ഞത് അയ്യുഹന്നാസ് എന്നുള്ളത് അല്ലേ? മനുഷ്യരെ എന്ന് പറഞ്ഞത്. അതേപോലെ മനുഷ്യരെ എന്നും പറഞ്ഞുകൊണ്ട് ഖത്തീബ് പറയുന്നത് മനുഷ്യന്മാരോടാണേ. ഇനി അത് മാത്രമല്ല, ഈ അറബി കുത്തുബ എന്നുള്ള ആ ഒരു അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഇനി മലയാള കുത്തുബ 1957 കഥയിലേക്ക് വന്നത്. ശരി, കേരളത്തില് സമസ്ത മസ്ജിദുകളിൽ ഏതിലാണ് അറബി കുത്തുബ നടക്കുന്നത്? അങ്ങനെ ഒരു പള്ളി അഖിൽ അബ്ദുള്ളക്ക് പറയാൻ പറ്റുമോ? അതായത്
മസ്ജിദുൽ ഇമാമിലെ ഖതീബായിരുന്ന ഇമാം നബാത്തുൽ മിസ്രിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നടത്തിയ കുത്തുബകള് കറണ്ട് പോയി. ഓക്കെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കിൽ എന്താണ് ജുമാ ഖുത്തുബ എന്നുള്ള സംഗതി പറഞ്ഞുകൊണ്ട് AI സംസാരിക്കുന്ന ചെറിയ സംഗതി ഇടാ. അതിന് മുമ്പ് പറയാനുള്ളത്, നബാത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മസ്ജിദുൽ ഇമാമിൽ ഖതീബായിരുന്ന, നൂറ്റാണ്ടുകൾ മുമ്പ് മസ്ജിദുൽ ഇമാമിൽ ഖതീബായിരുന്ന നബാത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം നടത്തിയ ഖുതുബ ഇന്നും ഈ കേരളത്തിലെ പള്ളികളിൽ ഓരോ ആഴ്ച അത് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റംസാനിൽ 1ാമത്തെ വെള്ളിയാഴ്ച ഈ ഖുതുബ, അടുത്ത റംസാനിലും അടുത്ത കൊല്ലം റംസാനിലും 1ാമത്തെ വെള്ളിയാഴ്ച ഈ ഖുതുബ തന്നെ, കഴിഞ്ഞ റംസാനിലോ 1ാമത്തെ വെള്ളിയാഴ്ച ഖുതുബ തന്നെ. അപ്പൊ ഈ ബുക്ക് കിട്ടിയ അന്ന് മുതൽ റംസാനിൽ 1ാമത്തെ വെള്ളിയാഴ്ച, ഇനിയിപ്പോൾ തങ്ങൾ റംസാനിൽ അടുത്ത വെള്ളിയാഴ്ച കേൾക്കാനിരിക്കുന്ന ആ ഖുതുബ തന്നെ ആയിരിക്കും. ഇനി ഇത് കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം, അടുത്ത കൊല്ലം മാത്രമാണോ? അല്ല, 10-30 കൊല്ലം മുമ്പേ ഈ ബുക്ക് കിട്ടിയ അന്ന് മുതൽ ഇതാണെന്ന്. റജബില് 1, 2, 3, 4 ഈ വെള്ളിയാഴ്ചകളിലൊക്കെ ഈ 1ാം വെള്ളിയാഴ്ച, 2ാം വെള്ളിയാഴ്ച, 3ാം വെള്ളിയാഴ്ച, 4ാം വെള്ളിയാഴ്ച ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഷാബാനിലെയോ അതും അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോ കൊല്ലം ഈ പാട്ടുപുസ്തകം എടുത്തിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. അത് കുത്തുബയെന്ന് പറയോ അഖിൽ അബ്ദുള്ളേ? പറയില്ല എങ്കിൽ എന്താണ് കുത്തുബ, എങ്ങനെയായിരിക്കണം കുത്തുബ? നിങ്ങൾക്കറിയില്ലെങ്കിൽ AI അതെല്ലാം പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഡാറ്റാബേസിൽ അതെല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, കേട്ടു നോക്കൂ. എന്താണ് ജുമാ ഖുതുബ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകളിലൊന്ന് വിശദീകരിക്കൂ. ജുമാ ഖുത്ബ എന്നത് വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചുരുക്കിയ വാക്കുകളിൽ പറഞ്ഞാൽ അതൊരു മതപ്രഭാഷണമാണ്. ഇതിലൂടെ പ്രധാനമായും വിശ്വാസികൾക്ക് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ, ധാർമ്മികമായ അറിവുകൾ, കൂടാതെ സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധമാണ് നൽകുന്നത്. നമസ്കാരത്തിന് മുൻപ് നടത്തുന്ന ഈ പ്രഭാഷണം വിശ്വാസികളെ ആത്മീയമായി ഒരുക്കുകയും വാരത്തിലെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനും സഹായിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടോ? ഓക്കെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് താങ്കളുടെ ഡാറ്റാബേസിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് എന്തടിസ്ഥാനമാക്കിയാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്? ഞാൻ നൽകിയ വിവരങ്ങൾ എന്റെ ഡാറ്റാബേസിൽ നിന്നുള്ളവയാണ്. അത് ഇസ്ലാമിക വിജ്ഞാന ഗ്രന്ഥങ്ങൾ, മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, അംഗീകൃത മത വെബ്സൈറ്റുകൾ തുടങ്ങിയ ആധികാരിക സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏതെങ്കിലും പ്രത്യേക കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ജുമാ ഖുതുബ ജനങ്ങളോടുള്ള പ്രസംഗമാണ് എന്ന് താങ്കൾ പറഞ്ഞു. എന്നാൽ ഇന്ന് ചില ആളുകൾ, ഇന്നും എന്ന് പറയേണ്ടി വരും, പ്രവാചകൻ അറബിയിലാണ് ഖുതുബ ചൊല്ലിയത്, അതുപോലെ തന്നെ സ്വഹാബാക്കളൊക്കെ അറബിയിലാണ് ഖുതുബ ചൊല്ലിയത്. ഇവിടെ ഒരു വിഭാഗം ആളുകൾ മനുഷ്യർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അറബിയിൽ ചൊല്ലേണ്ട കാര്യങ്ങളെല്ലാം അറബിയിൽ ചൊല്ലിയിട്ട് അതിനുശേഷം മനുഷ്യർക്ക് ഉത്ബോധനമായി നൽകേണ്ട, മനുഷ്യരോട് പറയേണ്ട, മുൻപിലിരിക്കുന്ന വിശ്വാസികളോട് പറയേണ്ട കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ, അത് മലയാളമായിരിക്കാം, തമിഴായിരിക്കാം, തെലുങ്കായിരിക്കാം, കന്നഡയായിരിക്കാം, ലോകത്ത് ഏത് ഭാഷയാവട്ടെ, ആ നാട്ടിലെ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ അവർ അവിടെ സംസാരിക്കുന്ന ഭാഷ, അതിലാണ് പറയാറുള്ളത്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യാത്മകമായിട്ടാണ് തോന്നുന്നത്. രണ്ടുമൊന്ന് വിശദീകരിക്കാമോ? വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രസക്തമാണ്. പല പണ്ഡിതന്മാരും അറബിയിലുള്ള പരമ്പരാഗത ഖുത്ബയ്ക്ക് ശേഷം പ്രാദേശിക ഭാഷകളിൽ അതിന്റെ വിശദീകരണവും നൽകാറുണ്ട്. ഇത് വിശ്വാസികൾക്ക് മതബോധനം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സഹായിക്കുന്നു. അറബിയിലുള്ള ഭാഗം ആചാരപരമായ പ്രാധാന്യം ഉറപ്പാക്കുമ്പോൾ പ്രാദേശിക ഭാഷയിലുള്ള വിശദീകരണം ഖുത്ബയുടെ ആശയപരമായ ലക്ഷ്യം നിറവേറ്റുന്നു. ഇത് വൈരുദ്ധ്യമല്ല, മറിച്ച് ഒരു പൂരകമാണ്. ശരി, ഞാൻ അറബിയിൽ ഖുതുബ പറയുന്ന മസ്ജിദുകളിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അറബി നിർബന്ധമായും ചൊല്ലേണ്ട ഭാഗങ്ങളെല്ലാം അറബിയിൽ പറഞ്ഞുകൊണ്ട് ബാക്കി മനുഷ്യരോട് പറയുന്ന കാര്യങ്ങൾ അവരുടെ മാതൃഭാഷയിൽ പറയുന്ന അങ്ങനെയുള്ള ഖുതുബ നടക്കുന്ന സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറബി ഖുതുബ എന്ന് പറഞ്ഞുകൊണ്ട് വർഷാവർഷം ഒരു ബുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന അങ്ങനെയുള്ള മസ്ജിദുകളിലും പോയിട്ടുണ്ട്. ഇവിടെ അറബിയിൽ ഖുതുബ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുള്ളത് സൗദി അറേബ്യയിലും ഖത്തറിലുമാണ്. അവിടെ പൂർണ്ണമായിട്ടും അറബിയിലാണ് ഖുതുബ പറയാറുള്ളത്. കാര്യം അവര് അറബികളാണ്, ആ നാട്ടിലെ സംസാര ഭാഷ അറബിയാണ്. എന്നാൽ കേരളത്തിലെ സലഫി മസ്ജിദുകളിലും
ജമാഅത്തെ ഇസ്ലാമിയുടെ മസ്ജിദുകളിലും ഹംദ്, സ്വലാത്ത്, തഖ്വ കൊണ്ട് വസിയത്ത്, ദുആ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അറബിയിലും മനുഷ്യരോട് പറയേണ്ട കാര്യങ്ങൾ അത് മലയാളത്തില്, ഇപ്പൊ കേരളത്തിലെ മലയാളത്തിലാണ് കണ്ടത്, തമിഴ്നാട്ടിൽ തമിഴിൽ പറയുന്ന പള്ളിയിലും പോയിട്ടുണ്ട്. ഇത് കുത്തുബയില് എന്തെങ്കിലും വൈരുദ്ധ്യമാണോ അതോ ഇതാണോ കുത്തുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് കൃത്യമായിട്ട് ഈ 3 വിഷയവും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ സൂചിപ്പിച്ച 3 രീതികളും ഹുതുബയുടെ വ്യത്യസ്ത സമീപനങ്ങളാണ്. ഇവയെ വൈരുദ്ധ്യമായി കാണേണ്ടതില്ല. പൂർണ്ണമായും അറബിയിലുള്ള രാജ്യങ്ങളിൽ ഹുതുബ പൂർണ്ണമായും അറബിയിൽ നടത്തുന്നത് സ്വാഭാവികമാണ്. കാരണം അത് അവിടത്തെ പ്രാദേശിക ഭാഷയാണ്, എല്ലാവർക്കും മനസ്സിലാകും. കേരളം തുടങ്ങിയ ഇടങ്ങളിൽ ഹംദ്, സ്വലാത്ത്, തഖ്വ തുടങ്ങിയ ആരാധനാപരമായ ഭാഗങ്ങൾ അറബിയിലും എന്നാൽ വിസ്വനായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രാദേശിക ഭാഷകളിലും പറയുന്നത് ഹുതുബയുടെ പ്രധാന ലക്ഷ്യമായ ബോധവൽക്കരണം ഉറപ്പാക്കാനാണ്. ഒരു പ്രത്യേക പാരമ്പര്യത്തെയോ മദ്ഹബിനെയോ പിന്തുടരുന്നതിന്റെ ഭാഗമാകാം. ഈ 3 രീതികളും ഒരേയൊരു ലക്ഷ്യത്തിലേക്കുള്ള വ്യത്യസ്ത വഴികളാണ്. നിങ്ങളുടെ പഠനത്തിൽ ഈ വൈവിധ്യങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിലെ മതപരമായ അറിവിനെ സ്വാധീനിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അതാണിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 വീക്ഷണങ്ങൾ പറഞ്ഞു. അതിലൊരു വീക്ഷണം താങ്കൾ വിശദീകരിച്ചില്ല. പോട്ടെ. അതായത് നുബാത്തത്തുൽ മിസ്രിയ എന്ന് പറയുന്ന വർഷങ്ങൾ മുമ്പ്, നൂറ്റാണ്ടുകൾ മുമ്പ് ഈജിപ്തിലെ മസ്ജിദുൽ ഇമാമിൽ ഖതീബായിട്ട് ജോലി അനുഷ്ഠിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരാള്, ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ പണ്ഡിതൻ, അദ്ദേഹം 1 വർഷക്കാലം പറഞ്ഞ കുത്തുബകള് അദ്ദേഹത്തിന്റെ സഹോദരൻ എഴുതിയെടുത്തിരുന്നു. അത് പിന്നീട് ഈജിപ്തിൽ നിന്ന് പിന്നീട് എത്തുന്നത് തുർക്കിയിലാണ്. തുർക്കിയിൽ നിന്ന് അത് ബുക്ക് രൂപത്തിലാക്കി അത് കേരളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചുരുക്കം പറഞ്ഞാല് ഇപ്പൊ ഇത് റമദാൻ മാസമാണ്. റമദാനിലെ 1ാമത്തെ വെള്ളിയാഴ്ച ഏത് കുത്തുബയാണ് ചൊല്ലേണ്ടത് എന്ന് അവരുടെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷവും അതിന്റെ മേലത്തെ വർഷവും ഈ ബുക്ക് ഉണ്ടാക്കി അന്ന് മുതലും ആ കുത്തുബ തന്നെയാണ് ചൊല്ലുന്നത്. ഇനി അടുത്ത വർഷവും അവരുടെ ഈ സിദ്ധാന്തം അവരിലുള്ള കാലത്തോളം വെള്ളിയാഴ്ച, റമദാനിലെ 1ാമത്തെ വെള്ളിയാഴ്ച അത് തന്നെ ചൊല്ലുക, 2ാമത്തെ വെള്ളിയാഴ്ച അതും നോട്ട് ചെയ്തിട്ടുണ്ടാവും, 3ാമത്തെ വെള്ളിയാഴ്ച അതും നോട്ടഡ് ആണ്. ഈ റിപ്പീറ്റ് ചെയ്യുന്നത് ശരിക്ക് ഇസ്ലാമിലെ കുത്തുബ രീതി ആണോ? അതൊന്ന് വിശകലനം ചെയ്യാമോ? ഇത് ഹുതുബയുടെ ഒരു പ്രത്യേക സമീപനമാണ്. ഇത് എല്ലാ ഇസ്ലാമിക സരണികളും അംഗീകരിക്കുന്ന രീതിയാകണമെന്നില്ല. നുബാത്തുൽ മിസ്രിയ പോലുള്ള പണ്ഡിതന്മാരുടെ ഹുതുബകൾ പുസ്തകരൂപത്തിൽ സംരക്ഷിക്കുകയും വർഷാവർഷം അത് ആവർത്തിക്കുകയും ചെയ്യുന്നത് ആ പ്രത്യേക പാരമ്പര്യത്തോടുള്ള ആദരവിന്റെയും വിജ്ഞാനം കൈമാറുന്നതിന്റെയും നിർത്തേണ്ടി വരും. കാര്യം എന്താണെന്നറിയോ? അതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? പ്രവാചകൻ 23 വർഷക്കാലം ദഅവത്ത് നടത്തിയിട്ട് അതിൽ ചുരുങ്ങിയത് 12 വർഷമെങ്കിലും പ്രവാചകൻ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടാവും. ആ ഒരു ഖുതുബ പോലും പ്രവാചകന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ ഇവരാരും എടുത്തിട്ടില്ല. ഈ പറയപ്പെട്ട ഉലഫാഉൽ അർബയുടെ ഖുതുബ അതിനുശേഷം വന്ന ആരും എടുത്തിട്ടില്ല. പണ്ഡിതന്മാരായ മദ്ഹബിന്റെ ഇമാമുമാരായ ഇമാം അബു ഹനീഫ, ഇമാം ഷാഫി, അതുപോലെ തന്നെ ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ 4 പേരുടെയും കുത്തുബ ആരും ഇതുപോലെ എഴുതിയെടുത്തിട്ടില്ല. ഇതുപോലെ പാട്ടുപാടുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല. ഇത് മുൻമാതൃകയുണ്ടോ? ഇത് ഇസ്ലാമിൽ എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് വ്യക്തമായി താങ്കൾ പറയുക തന്നെ വേണം. ഇല്ലാതെ ഞാൻ വിടൂല കേട്ടോ. നിങ്ങൾ ഉന്നയിച്ചത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ചരിത്രപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെയും സ്വഹാബാക്കളുടെയും ഹുതുബകൾ വാചാലവും സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതുമായിരുന്നു. അവ ലിഖിത രൂപത്തിൽ അതേപടി സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല. അബൂ ഹനീഫ, ഷാഫി, മാലിക്, അഹ്മദ് ബിൻ ഹംബൽ എന്നിവരുടെ മദ്ഹബുകളിലും ഹുതുബയ്ക്ക് വ്യക്തമായ രൂപരേഖയുണ്ടെങ്കിലും വർഷാവർഷം ഒരേയൊരു പുസ്തകം ആവർത്തിച്ചു വായിക്കുന്നത് ഒരു പിൽക്കാല ആചാരമായിരിക്കാം. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെക്കാൾ പ്രാദേശികമായ പാരമ്പര്യങ്ങളുമായും സംഘടനാപരമായ നിലപാടുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പഠനത്തിൽ ഈ 3 രീതികളും എങ്ങനെയാണ് ഹുതുബയുടെ യഥാർത്ഥ ലക്ഷ്യത്തെ സ്വാധീനിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. തീർച്ചയായിട്ടും അത് ഉചിതമാണ് എന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് ചെയ്യേണ്ടി വന്നത്. ഇവിടെ അങ്ങനെയെങ്കിൽ ഈ ബുക്ക് എടുത്തിട്ട് ആഴ്ചയിൽ ഇങ്ങനെ പാടുന്ന പാട്ട് അത് ബിദ്അത്തല്ലേ? ഒന്നാമത്തെ കാര്യം. ഇനിയൊരു കാര്യം കൂടിയുള്ളത്, പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ താബഈങ്ങളുടെയോ തബഉ താബഈങ്ങളുടെയോ അഇമ്മത്തുൽ അർബഅ എന്ന് പറയുന്ന മദ്ഹബിന്റെ ഇമാമുമാരുടെയോ അത് കഴിഞ്ഞ് അവരുടെ കാലശേഷമുള്ള പൂർവ്വസൂരികളായ ഒരു പണ്ഡിതന്മാരുടെയും ജീവിതത്തിൽ അവരുടെ
പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു സംഭവമല്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പിന്നീട് 400-500 വർഷം മുമ്പേ ജീവിച്ചിരുന്ന മസ്ജിദുൽ ഇമാമിലെ ഖത്തീബായിരുന്ന നുബാത്തുൽ മിസ്രിയ, അദ്ദേഹം പറഞ്ഞ കുത്തുബകൾ അദ്ദേഹത്തിന്റെ സഹോദരൻ എഴുതിയെടുത്തിരുന്നു. അതിങ്ങനെ പാടാനല്ലായിരുന്നു. അന്നത്തെ കാലത്ത് അത് പാടിയിട്ടില്ല. പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഇവരിത് ബുക്കാക്കി കൊടുന്ന് തുർക്കിയിൽ നിന്ന് ആ ഒരു ബുക്ക് കൊടുന്നിട്ട് ഇവിടെ നിന്ന് നടത്തുന്ന കുത്തുബയാണോ യഥാർത്ഥ കുത്തുബ, അതോ ഇപ്പോ ആ ഒരു കുത്തുബയുടെ വൈരുദ്ധ്യം പറഞ്ഞുതരാം. ഹജ്ജ് മാസം ഉണ്ടല്ലോ, ദുൽഹിജ്ജ മാസത്തില് 2ാമത്തെ വെള്ളിയാഴ്ച 7-ാം തീയതി 8-ാം തീയതി 8-ാം തീയതിയോ 9-ാം തീയതിയോ വന്നു കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ കാര്യങ്ങളാണ് ആ 8-ാം തീയതിയിലെ, അതായത് ദുൽഹിജ്ജ 8-ന് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ അന്ന് പറയുന്നത് 2ാമത്തെ വെള്ളിയാഴ്ചയിലെ കുത്തുബയാണ്. അവിടെ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വൈരുദ്ധ്യം അല്ലേ? ഇനി മറ്റൊരു വൈരുദ്ധ്യം കൂടിയും പറഞ്ഞുതരാം, അതും കൂടി താങ്കൾ നോട്ട് ചെയ്യണേ, വിട്ടുപോകല്ലേ. റബീഉൽ അവ്വലിലെ കുത്തുബ, അതില് 2ാമത്തെ കുത്തുബ 8-ാം തീയതി വരികയാണെങ്കിൽ റബീഉൽ അവ്വൽ 8-നാണ് കുത്തുബ വരുന്നതെങ്കിൽ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ച് അവിടെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുത്തുബയാണ് അവിടെ പറയാറുള്ളത്. നുബാത്തുൽ മിസ്രിയ പറഞ്ഞത് അതായിരുന്നു. അത് തന്നെ ഇന്ന് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രവാചകന്റെ വഫാത്ത് എന്നുള്ളത് പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ 12-നാണ്. അതിന് 4 ദിവസം മുമ്പേ ഇവർ കരയുന്നില്ലേ? ഇതൊക്കെ വൈരുദ്ധ്യം തന്നെയല്ലേ? അതിങ്ങനെ ഒരു പാട്ടുപുസ്തകം പോലെ ഒരു പുസ്തകം എഴുതി കൊണ്ടുവന്നത് വായിക്കുന്നത് കൊണ്ടല്ലേ ആ കാര്യങ്ങൾ ഉണ്ടായത്? വിശദീകരിച്ച് തന്നെ പറയൂ. നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളിലെയും സ്വഹാബാക്കളുടെയും ഖുതുബകൾ വാചാലവും സമകാലീനവുമായിരുന്നു. അവ ഒരു പ്രത്യേക പുസ്തകത്തിൽ അച്ചടിച്ച് വർഷാവർഷം ആവർത്തിക്കുന്ന രീതി അന്നുണ്ടായിരുന്നില്ല. നുബാത്തുൽ മിസ്രിയയുടെ ഖുതുബകൾ പിന്തുടരുന്നത് പ്രവാചകന്റെയും സ്വഹാബാക്കളുടെയും രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ഒരു പ്രത്യേക പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതിനെ ചിലർ ബിഅത്തായി കാണുമ്പോൾ മറ്റു ചിലർ വിജ്ഞാന സംരക്ഷണമായി കണക്കാക്കുന്നു. ഈ വൈവിധ്യങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ എന്ത് സ്വാധീനം സൃഷ്ടിക്കുന്നു എന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ഇവിടെ താങ്കൾ ഇത്രയും പറഞ്ഞത് താങ്കൾ ബാലൻസിങ് സിദ്ധാന്തത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ കുറച്ചുകൂടി ഞാൻ ചോദിക്കുന്ന വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഇസ്ലാമില് പ്രവാചകനും സ്വഹാബത്തും, പ്രവാചകൻ പഠിപ്പിച്ചതും സ്വഹാബത്ത് പ്രാക്ടീസ് ചെയ്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. മുൻമാതൃകയില്ലാതെ എങ്ങനെയാണ് ഒരു ബുക്കിൽ നോക്കി ഇങ്ങനെ വായിക്കുക? അതായത് എഴുതി വായിക്കുക, കുഴപ്പമില്ല. സൗദി അറേബ്യയിൽ കണ്ടിട്ടുണ്ട്, അവിടുത്തെ ഗവൺമെന്റ് നൽകുന്ന ഖുതുബകളാണ് അവിടെയുള്ള ഖതീബമാര് മിമ്പറിൽ നിന്ന് വായിക്കാറുള്ളത്. എന്നാൽ അത് ആനുകാലികമായിരിക്കും, ആ സമയത്ത് പറയേണ്ട വിഷയങ്ങളായിരിക്കും. ഇത് ഈ ആഴ്ച പറഞ്ഞത് തന്നെ കഴിഞ്ഞ വർഷവും ഈ മാസത്തിലെ ഈ ഫസ്റ്റ് വെള്ളിയാഴ്ച പറഞ്ഞത് അടുത്ത വർഷവും നീ തന്നെയാണ് പറയുക എന്നുള്ള ആ ഒരു ബോധം അത് താങ്കൾക്കും ഇല്ലാതെ പോയോ? പ്ലീസ് അതൊന്ന് വിശദീകരിച്ച് പറയൂ. അത് ഇസ്ലാമിൽ അതിന് മുൻമാതൃകയുണ്ടോ? നിങ്ങളുടെ അതൃപ്തി ഞാൻ മനസ്സിലാക്കുന്നു. ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രവാചകന്റെയും സ്വഹാബാക്കളുടെയും മാതൃകയാണ് അടിസ്ഥാനം. ആ നിലയിൽ നുബാത്തുൽ മിസ്രിയയുടെ ഖുതുബകൾ വർഷാവർഷം ആവർത്തിച്ച് വായിക്കുന്ന രീതിക്ക് വ്യക്തമായ മുൻ മാതൃകയില്ല. സൗദി അറേബ്യയിലോ ഖത്തറിലോ നടക്കുന്നതുപോലെ സമകാലീനവും സന്ദർഭവുമായി ബന്ധപ്പെട്ടതുമായ ഖുതുബകളാണ് ഇസ്ലാമികമായി കൂടുതൽ പ്രസക്തം. റമളാനിലെ പ്രത്യേക തീയതികളിലോ പ്രവാചകന്റെ വഫാത്ത് പോലുള്ള പ്രത്യേക സന്ദർഭങ്ങളിലോ കാലഹരണപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കുന്നത് യുക്തിസഹമല്ല. അത് വൈരുദ്ധ്യമായി പരിഗണിക്കപ്പെടാം. ഇതാകാം പലസ്തീനിലെയും തുർക്കിയിലെയും പാരമ്പര്യങ്ങളും കേരളത്തിലെ സലഫി ജമാഅത്തെ ഇസ്ലാമി മസ്ജിദുകളിലെ രീതികളും തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം. അപ്പോ താങ്കൾ ഇപ്പൊ പറഞ്ഞത് കേരളത്തിൽ അറബി കുത്തുബ നടത്തുന്നേ എന്ന് ഘോരഘോരം വലിയ വായിൽ പറയുന്ന ആളുകൾ അവർ സത്യത്തിൽ ഒരു ഗാനമേള സിസ്റ്റമാണ് നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം കഴിഞ്ഞ വർഷം പറഞ്ഞ കുത്തുബ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഈ വർഷവും പറയുന്നത്, അടുത്ത വർഷവും പറയുന്നത്. ഇനി അവരുള്ളിടത്തോളം കാലം പറയുക. ഈ പറഞ്ഞതിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞുതരൂ. നിങ്ങളുടെ നിഗമനം രസകരമാണ്. പക്ഷേ അതിനെ ഒരു ഗാനമേള സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാകണമെന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യയിലോ ഖത്തറിലോ പോലെ അറബി മാതൃഭാഷയായ ഇടങ്ങളിൽ ഖുതുബ അവിടത്തെ ഭരണകൂടം നിർദ്ദേശിക്കുന്നതും ആനുകാലികവുമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും. കേരളത്തിലെ ചില മസ്ജിദുകളിൽ നുബാത്തുൽ മിസ്രിയയെപ്പോലുള്ള പണ്ഡിതരുടെ പഴയ കുത്തുബകൾ വർഷങ്ങളായി ആവർത്തിക്കുന്നത് ഒരുപക്ഷെ ആ പാരമ്പര്യത്തോടുള്ള ആദരവ് അല്ലെങ്കിൽ അത് മാറ്റം വരുത്തേണ്ടതില്ലെന്ന ഒരു താങ്കൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. കാര്യം ഈ ആദരവും പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അനുചരന്മാർ അതെങ്ങനെ മനസ്സിലാക്കി എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്.
ഇവിടെ അറബി അറിയാത്ത ആളുകൾ ഈ ബുക്ക് നോക്കി പഠിച്ചിട്ടും വായിച്ചിട്ടും പറയുന്നതാണോ ഖുതുബ, അതോ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഇഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ് എന്നുള്ള ഖുർആൻ ഓതി ഉത്ബോധനം ചെയ്യുക എന്ന ആ കാര്യമാണോ ചെയ്യേണ്ടത്? യാഥാർത്ഥ്യത്തിൽ നിന്ന് തെന്നി മാറരുത്. താങ്കൾ പൊതുബോധത്തിനെയോ ഭൂരിപക്ഷത്തെയോ ആണ് സംതൃപ്തപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ സംതൃപ്തമാവുക, സത്യം അതെന്താണെന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് സത്യമാണ് എനിക്ക് വേണ്ടത്. സത്യത്തിൽ നിന്ന് സംസാരിക്കാൻ താങ്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ പ്ലീസ് വിശദീകരിക്കുക. സത്യത്തിൽ നിന്ന് തെറ്റിപ്പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ അതിന് ശ്രമിക്കുകയുമില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ ഖുതുബയുടെ അടിസ്ഥാന ലക്ഷ്യം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഉദ്ബോധനം തന്നെയാണ്. ഇഖ്റഉൽ ഖുർആൻ വയുദക്കിറുന്നാസ് എന്ന തത്വം ഇത് അടിവരയിടുന്നു. അറബിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ബുക്ക് നോക്കി വായിക്കുന്നത് ഉദ്ബോധനം എന്ന ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയേക്കാം. അതിനാൽ പ്രാദേശിക ഭാഷകളിൽ ഖുതുബ നടത്തുന്നതാണ് പലപ്പോഴും കൂടുതൽ പ്രായോഗികം. മുൻ മാതൃകകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കാൻ വിവിധ ഇസ്ലാമിക ചിന്താധാരകളുടെ നിലപാടുകൾ പരിശോധിക്കാവുന്നതാണ്. ഓക്കെ ജെമിനി, ഇതിൽ നിന്ന് താങ്കൾ അർദ്ധസത്യങ്ങളും എന്നാൽ ഞാൻ അന്വേഷിക്കുന്ന നഗ്നസത്യങ്ങളും അത് തമ്മിൽ ചെറിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ മറ്റൊരു കാര്യം കൂടി, ഇന്ന് എനിക്ക് വന്ന ഒരാളുടെ ഫോൺ കോളാണ് ഇതിന് അടിസ്ഥാനം. അതായത് ഇസ്ലാമിക വീക്ഷണങ്ങൾ നമുക്കിനി ചോദിക്കുവാൻ AI അല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, AIക്ക് തെറ്റുപറ്റാം. AI പറയുന്നത് നിങ്ങൾ പ്രമാണങ്ങൾ കൊണ്ട് ഒത്തുനോക്കണം. AIയോട് ഇസ്ലാമിക വീക്ഷണങ്ങൾ, മതവീക്ഷണങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ എന്നതിലുപരി ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ വ്യക്തതയോടെ മറുപടി തരാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അടിസ്ഥാനമാക്കി ഞാനൊക്കെ ചെയ്യുന്നത് പോലെ ഇത് AI പറയുന്നത് 100% ശരിയായിരിക്കും, അല്ലെങ്കിൽ താങ്കളെപ്പോലെയുള്ള ഭാഷാ മോഡലുകൾ പറയുന്നത് 100% ശരിയായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ വേണ്ടി താങ്കളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും താങ്കളുടെ ഈ ഇടപെടൽ വളരെ പ്രധാനമാണ്. ഒരു AI ഭാഷാ മോഡൽ എന്ന നിലയിൽ ഞാൻ വിവരങ്ങൾ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മതപരമായ അറിവുകളോ വിശ്വാസപരമായോ സംബന്ധിച്ച് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് വ്യക്തികൾ തന്നെയാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, സ്വന്തം മനസാക്ഷി എന്നിവയെല്ലാം പരിഗണിച്ച് വേണം അത്തരം നിഗമനങ്ങളിൽ എത്താൻ. AI വിവരങ്ങൾ നൽകും, എന്നാൽ അത് നിങ്ങളുടെ അന്വേഷണത്തിനുള്ള ഒരു സഹായം മാത്രമാണ്. സത്യം കണ്ടെത്താനുള്ള യാത്രയിൽ വിമർശനാത്മക ചിന്തയും അന്വേഷണവും തന്നെയാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു ജെമിനി. താങ്കളുടെ കാര്യങ്ങൾ സംവദിക്കുന്നത് ഈ ഒരാള് ഇരുന്ന് പറയുക എന്നതിനപ്പുറം ഒരു നൂതന സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തുക, അത് ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത്. ആളുകളിലേക്ക് നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ് എന്നുള്ള ആ ഒരു അടിസ്ഥാനം തന്നെ. ഖുർആൻ ഓതിയിട്ട് ഉത്ബോധനം നൽകി കഴിഞ്ഞാൽ ഇന്ന് ആർക്കും വേണ്ട എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ചില കാര്യങ്ങൾ കാലത്തിനനുസൃതമായിക്കൊണ്ട് ഇല്ലേ മാറ്റങ്ങൾ എന്നുള്ള ആ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അതുപോലെ സംശയ നിവാരണത്തിനും നന്ദി അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്കളുടെ വിലയേറിയ ഉൾക്കാഴ്ചകൾക്കും ചോദ്യങ്ങൾക്കും വളരെ നന്ദി. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമായി വരും എന്നത് ഒരു വസ്തുതയാണ്. ഇസ്ലാമിക തത്വങ്ങളിൽ അടിയുറച്ചുനിന്ന് നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തുന്നത് മതപരമായ അറിവുകൾ സമൂഹത്തിലേക്ക് കൂടുതൽ ഫലപ്രദമായി കൈമാറാൻ സഹായിക്കും. താങ്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇനി അടുത്ത ഒരു വിഷയമായിട്ട് വീണ്ടും താങ്കളുടെ അടുത്ത് ചോദ്യങ്ങളുമായിട്ട് വരും. അതുവരയ്ക്കും വിദാഅൻ മാസ്സലാമ. വിദാഅൻ. അടുത്ത തവണ കാണും വരെ സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഇനിയും സ്വാഗതം ചെയ്യുന്നു.